ഗായ്സ് അപ്പൊ നിങ്ങൾ തമ്മിലെല്ലാം കണ്ട പോലെ തന്നെ ഞങ്ങളുടെ എന്താ പറ 2012 ഓക്കെ 2012 10F പഠിച്ച നമ്മളെ പിള്ളേരുടെ എല്ലാവരുടെ ചെറിയൊരു റീയൂണിയൻ ആണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ എന്താ പറയണമെന്ന് അറിയില്ല, എന്തെങ്കിലും പറയണോ? അതെ, അപ്പൊ എല്ലാവരും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പൊ ഇനിയും കുറെ ആൾക്കാർ വരാനില്ല നമ്മുടെ കൂട്ടത്തില്, കുറെ ആളുകളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പൊ എന്താ പറയാ, അപ്പൊ ജസ്റ്റ് ആദ്യം നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം ഇവിടെ തുടങ്ങാം. ഓക്കെ, അനന്തകൃഷ്ണൻ, സ്വരാജ്, ഫാത്തിമ, കൊച്ചിന്റെ പേര് ആദ്യ ഫാത്തിമ, ദിവ്യ, സൂര്യ, ആര്യ, ദർശന, രേഷ്മ, വൈഷ്ണവ്, ദിനു, അനിൽരാജ്, സുധീഷ്, രാഹുൽ. പിന്നെ വേറെന്തുണ്ട്? എല്ലാവർക്കും സുഖം, അടിപൊളിയായിട്ടിരിക്കണം അല്ലേ? അപ്പൊ എന്തായാലും എന്താ പറയാ, കുറെ നാളെ നമ്മളിങ്ങനെ കൂടാനൊക്കെ ആലോചിച്ചിട്ട് ഒന്നും നടന്നൊന്നുമില്ല. അപ്പൊ എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇനിയും കുറെ ആളുകൾ വരാനുണ്ട്. പക്ഷെ വരാത്തവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര ആളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ കൂടിയിട്ട് 12 വർഷമായി കഴിച്ചു. ഇപ്പോഴും ഒരുമിച്ചായിട്ടില്ല, എന്നാലും എല്ലാരും കൂടി പ്ലാൻ ചെയ്തൊരു ഗെറ്റ് ടുഗദർ നടക്കുന്നത് ഇപ്പൊ ഒരു 12 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ്. 12 അത് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഗ്രൂപ്പിൽ ചർച്ചയുണ്ട് അല്ലെ? നല്ല രീതിയിൽ ചർച്ചയുണ്ട്. ഗായ്സ്, നമ്മുടെ പാക്കരൻ വന്നിരിക്കുകയാണ് ഗായ്സ്. പിന്നെ അപ്പൊ ഒരാളും കൂടി വന്ന് നമ്മുടെ പാക്കര അല്ലേ? പാക്കര അങ്ങനെ പറയണ്ട, അനിൽരാജ് ബാബോനെ. പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തേ. വലൈക്കും അസ്സലാം. പേരെന്ന് പറഞ്ഞേ? അനിൽജിത്ത്. ഓക്കെ, അപ്പൊ ഒരാളും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെന്താ പറയണ, നമ്മള് ഗ്രൂപ്പിൽ ചർച്ച ഉണ്ടായിട്ട് ഇതൊരു കാര്യങ്ങളൊന്നും നടക്കുന്നുള്ളൂ, വെറുതെ വിചാരിച്ചില്ലായിരുന്നു. വെറുതെ എപ്പോഴും പറയണ പോലെ പറഞ്ഞു പോകുന്ന വിചാരിച്ചത്. എന്തോ നടന്നു. പക്ഷെ എല്ലാരും സെറ്റാണ്, എല്ലാരും ഓക്കെ പറഞ്ഞു. ദർശനയിലെ ഏതോ ബാച്ചിലെ പിള്ളേര് കളിയാക്കിന്ന് പറഞ്ഞു. എല്ലാരും നടത്തി പറയുമ്പോ നമുക്ക് കേൾക്കുമ്പോ ഒരു ഇതല്ലേ. അങ്ങനെ പരിപാടി നടത്തി ഇനി പൊളിക്കാം. അതെ, അപ്പൊ എന്തായാലും കുറെ പേര് വരാനുണ്ട്. അവ കാരണം പല കാരണങ്ങൾ കൊണ്ട് ചിലരൊന്നും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഞങ്ങള് പൊളിക്കാൻ പോണം. ചെറിയ ഇന്നത്തെ മെയിൻ പരിപാടി നമ്മള് ഫുൾ ഓൺ ഫുട്ബോൾ. അതെ, ഇവിടെ പൂളും കാര്യമൊക്കെ ഉണ്ട്. അതെ, പിന്നെ ഈ റിസോർട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടോ? നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു റിസോർട്ടാണ്. സംഭവം ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഒരുത്തനോട് ഒളിച്ച് ചിത്തപ്പാ ഇങ്ങോട്ടാ അവൻ ഒളിച്ചിരുത്തിക്കണ. അവൻ വേറെ കല്യാണത്തിന് വന്നവണോ വന്നിരിക്കണു, വിളിക്കാതെ കല്യാണത്തിന് വന്നവരേക്കണു. ഓന്നേക്ക് കല്യാണോ നിന്റെ? പോടാ, നീ പേടിപ്പിക്കില്ലട്ടോ. നമ്മുടെ കൂട്ടത്തിലെ കുറെ പേര് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ എന്തെങ്കിലും പറയാനല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷം പറഞ്ഞു. ഇനി ഒരു 11 എത്ര മണിയായി? 2 മണിയാകുമ്പോൾ സാധിക്കുന്ന പാട്ടുണ്ടാവും. പാട്ട് എന്തായാലും നമ്മള് പാട്ടൊക്കെ പാടും. അപ്പൊ എന്തായാലും മൈക്കില്ലേ? എല്ലാവർക്കും പാടാം. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? ഇനി നമുക്ക് അടുത്ത പരിപാടി കേക്ക് കട്ടിങ് ഉണ്ട്. പിന്നെ എല്ലാരും ഫുഡ് അടി, പിന്നെ ഓരോരുത്തരുടെ വിശേഷങ്ങൾ നമുക്ക് പറയാലോ. ചെറിയ എന്തെങ്കിലും കയ്യൊക്കെ പോയി കാണിക്കണം നമ്മളെ. ഗൈസ്, അപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ വേണ്ട വൈഷ്ണവ്. ഇവന്റെ ഹൈറ്റ് നോക്കിയ ഗൈസ്, പൊളിയാണത്. എന്നെ പിന്നെ കണ്ടില്ലേ? ഇടുവാണ്. നിന്റെ ഹൈറ്റ് വെച്ച് നിനക്ക് വല്ല സീനൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല അല്ലേ? പൊളിയാണ് ഗൈസ്. അപ്പൊ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പിന്നെന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നാൾക്ക് ശേഷം എല്ലാവരെയും കണ്ടപ്പോൾ ഇനി എന്താ പറയാ, ഒരുപാട് ആളുകൾ ഇനിയും വരാനുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ആർക്കും വരാൻ പറ്റിയില്ല. പിന്നെന്താ പറയുക, ഒരുപാട് സന്തോഷം. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 12 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് എല്ലാവരെയും കാണുന്നത്, മീറ്റ് ചെയ്യണത്. പിന്നെന്താ പറയുക, ഇപ്പം എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരോടും ഇപ്പം ഉണ്ട്. ജസ്റ്റ് ഒന്ന് കേക്ക് കട്ടിങ്, ഇനി മെയിൻ പരിപാടി കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെയാണ്.
പിന്നെന്താ പറയാ, ഹാപ്പി. ഗൈസ്, ഈ റിസോർട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഈ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം ചില്ല് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയ സ്പോട്ടും കാര്യങ്ങളൊക്കെ കാണാം. കാരണം ഇവിടെ ഒരു നല്ലൊരു അടിപൊളി എന്താ പറയുക, ഫിഷിൻ്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അനിമോനാണ് കിടന്ന് കാണിക്കുന്ന ഒരു കയ്യിൽ പൊളിക്കാം പവർ. അതുപോലെ ഇവിടെ നമുക്കൊരു ഫിഷും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാണാനുള്ള രസമുണ്ട്. മീനൊക്കെ ഉണ്ട്. എന്ത് പിലോപ്പിയാണെന്ന് പറയാൻ പറ്റും. എന്തൊരു മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ പറ്റിയ സ്പോട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ മുകളിലൊരു ഹൗസ് ഉണ്ട്. എനിക്കൊന്നും താമസം ഉണ്ട് തോന്നുന്നു. അതിൻ്റെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ പോയേക്കണേ. എന്നിട്ട് ഇവിടെയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് എന്താ നല്ല തണലും ഈ ഇല്ലിക്കാടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കാം. നൈസ് വൈബാണ്. പിന്നെ മെയിനായിട്ടുള്ളത് അത്യാവശ്യം ചെറിയൊരു പരിപാടിയൊക്കെ നമുക്ക് നടത്താൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ. വലിയൊരു സ്വിമ്മിംഗ് പൂളല്ല, അത്യാവശ്യം നമുക്ക് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് തകർക്കാൻ പറ്റിയൊരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ അങ്ങനെയാണ്. പിന്നെന്താ പറയുക, അവിടെ പാട്ടൊക്കെ വെച്ച് തകർക്കാണ്. നമുക്ക് കാണിച്ചില്ല. സിറാജ് ബ്രോ ഉണ്ട്. അതുപോലെ നമ്മുടെ കുട്ടൻ്റെ ഫോണിൽ നമ്മൾ ഐഫോണിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സിറാജ് ബ്രോ എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഹാപ്പി അല്ലേ? പൊളിക്കാൻ കുട്ടു അങ്ങനെയുണ്ട്. ഗൈസ്, എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് ഏതാണ്ടാ ഇവർ രണ്ടുപേരും കൂടി ഇതിലൊരു ഒരുപാട് നിറച്ച് മുന്തിരിയുണ്ട്. രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് തീർന്നു. ഇപ്പോഴും സൂര്യൻ കൂടി. പക്ഷെ എന്ത് പറയാനാ, മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ. മഴവില്ലുള്ളതുപോലെ ചേലുള്ളവയെല്ലാം വരവാകുന്നത് പോലെ പുലരുളിയുടെ കസവണീണ മലരുകളുടെ രസനടനം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയം നിന്റെ ഗ്രൂപ്പിൽ അതെ, എന്നെ ഗ്രൂപ്പിൽ പോലും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് പൈസ എടുക്കാൻ പറയണത്. പാവം വെറുതെ ചെക്കൻ നമ്മള് അല്ലേ കളിയാക്കി. അതെ, ഇതെന്ത് മീനാണത്? പിലോപ്പിയാണോ? ഗൈസ്, അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോണ. നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. നമ്മുടെ കേക്ക് റെഡി ആയിരിക്കാണ്. നമുക്ക് അകത്തെന്താ സംഭവം കേക്ക് കയറുന്നല്ലോ. കേക്കിന്റെ പേര് യെസ്, ഹാപ്പി റിയൂണിയൻ 10th. ഇതെന്തോ കുറവുണ്ടല്ലോ, 2012 അത് മാത്രം കുറവുണ്ടല്ലോ. ഇതിലൊരു സാധനം കുറവുണ്ടല്ലോ, 2012 പാട്ടൊക്കെ കോപ്പറേറ്റ് ഇട്ടു. പക്കരൻ പോയി കേക്ക് 2012 എഴുതിയില്ല, അത് മാത്രം പറഞ്ഞു. എത്ര പേര്?
ഏത് പറ്റിയതാണോ അയ്യോ അതെനിക്ക് കറക്റ്റ് ആ അതാ മറ്റേ അതിലേക്ക് തീർന്നു. ഞാൻ നിനക്ക് ഞാൻ ഇപ്പിട്ടരാം എടുത്തോത് ശരി എടുത്തോടാ എനിക്ക് ഇത് മാത്രം ഗൈസ് നമുക്കുള്ള കിട്ടി തരും. കേൾക്കാൻ എന്നെ സാധിക്കേ പൊളി പൊളി. എവിടാ? നമ്മുടെ മാടാനയിലോ കേൾക്കാനുണ്ട്. അടിപൊളി അടിപൊളി പറ. അടിപൊളി കിട്ടി. ഗൈസ് അപ്പൊ നമുക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ പൊട്ടിക്കാവുന്ന ഇതെന്താ ചിക്കൻ ബിരിയാണി ഇതെവിടെ ആര് രണ്ടാക്കി ഇതാണ് എങ്ങനെയുണ്ട്? കഴിച്ചിട്ടില്ല മുന്തിരല്ലേ കഴിച്ചത് കശുവണ്ടി. ഗൈസ് അപ്പൊ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആകുന്നുണ്ടോ? എല്ലാവരും ഒന്ന് ഫുഡ് സെറ്റ് ആകുന്നുണ്ട്, കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആകുന്നുണ്ട്. നമ്മളെ കുട്ടുവാണ് ഇതിന്റെ ഫുഡും കാര്യങ്ങളും മെയിൻ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടുവിന് പറയുള്ളൂ അല്ലേ? ഫുഡിന്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടുവിന് പിടിച്ചാൽ പോരെ. കുട്ടുവാണ് ഫുഡിന്റെ മെയിൻ ആള്. ഓക്കെ ഒട്ടും പൊക്കയില്ലാതെ മനുഷ്യൻ സാധിക്കുന്ന കുറെ പാട്ട് കല്യാണങ്ങളിലൊക്കെ പോയി പാട്ട് പാടുന്നുണ്ടായല്ലോ. കല്യാണമുള്ള നീ കണ്ടാവോ? നിർബന്ധിച്ചു നെട്ടൊരു വാദം കിടന്ന് ഇറങ്ങണ്ട അവിടെ എന്താടി എന്നാണോ പറഞ്ഞ കെട്ടി കെട്ടി അങ്ങനത്തെ പ്ലേറ്റ് ഉണ്ടോ? സ്പൂണോ? നമ്മളുള്ള ഫുഡും കാര്യങ്ങളും ഇവിടെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയാണെങ്കിൽ നമ്മളെ പാട്ടൊക്കെ വെച്ച് പിള്ളേർ ആർക്കണാണ്. അവിടെ ഒന്നും കഴിച്ചിട്ട് ഫുഡ് അടി കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചിക്കൻ ബിരിയാണി എല്ലാവരും ഇവിടെ ഫുഡ് അടിയാണോ? അതൊക്കെ നല്ല അടി എടുക്കുന്നുണ്ടോ? എന്തായാലും ഒരു മൈൻഡ് വേണ്ടേ? എല്ലാവരും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. എടി ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ശ്രീലക്ഷ്മി ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ് ഉണ്ടല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾ ചാടാവണുണ്ട്. നമ്മളത് വീട്ടിൽ പോയിട്ട് നിക്കറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നിക്കറൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം ചാടാൻ കയറുന്നു. നമ്മൾ നിക്കറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ എടുത്തിട്ട് വന്നാണ്. എല്ലാവരും ചാടിയാണ്. പൊളിയാണ് കഴിച്ചു, ഒരു രക്ഷയില്ല. പൊളി വൈബും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇല്ല കുറെ നാൾക്ക് ശേഷം എല്ലാവരും കണ്ടതിന് ശേഷം എന്താ പറയാ എല്ലാവരും ഇങ്ങനെ കേട്ടാ ഫുള്ള് എൻജോയ് ചെയ്യാണ്. എന്താ പറയാ വല്ലാത്തൊരു എന്താ പറയാ എന്ത് സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. പിന്നെ വേണ്ട എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ് ഇവിടെ.
വേണ്ട. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവേലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവേലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ. ഗായ്സ് അപ്പോൾ ഇതാ നമ്മുടെ റിയോന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാറായി. ഓൾമോസ്റ്റ് എല്ലാവരും പോയി. ഇതാ നമ്മുടെ കുട്ടും അനിമോനെ കൂടെ ഇപ്പൊ ഉണ്ട്. ബാക്കി ഇവിടെ ചൂടായതുകൊണ്ട് ചൂടായോണ്ടേ ഫെബ്രുവരി മാസം മാർച്ച് മാസമൊക്കെ അല്ലേ, ചൂടായോണ്ട് ചൂട് മാറ്റാനായിട്ട് എല്ലാവരും വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പൊ ഗായ്സ് ഇതാ ഗേൾസ് എല്ലാരും പോയല്ലോടാ. ഗേൾസ് എല്ലാരും പോയി. ഇനി ആകുള്ള കാണുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാരും എന്താ പറയാ, അപ്പൊ എന്തായാലും പൊളിയായിരുന്നു നമ്മുടെ പരിപാടി. എങ്ങനെ ഉണ്ടായിരുന്നു? റീയൂണിയൻ പൊളിയായിരുന്നു. നമ്മ ഒരു 12 കൊല്ലത്തിന് ശേഷമാണ് ആദ്യമായിട്ട് കൂടുന്ന 10 പിള്ളേരായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മ പ്രതീക്ഷയിലും ഗംഭീരമായിരുന്നു. എല്ലാം പൊളിയായിരുന്നു. വരാത്തവർക്ക് ഭയങ്കര ഒരു നഷ്ടമായിരുന്നു. വരാത്തവർക്കും ഭയങ്കര നഷ്ടം. എല്ലാരും മിസ്സിംഗ് ആണെങ്കിലും നെക്സ്റ്റ് ടൈം നമുക്ക് വിളിക്കാം. ഇനി അടിപൊളിയായിട്ട് അല്ലേ? അപ്പൊ ഗൈസ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറയണ്ടോ? വൈൻഡപ്പ് ഓക്കെ. അപ്പൊ ഗൈസ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും സൈനിങ് ഓഫ് സാദി വ്ലോഗ്സ്. അതുവരേക്കും ബൈ.